നമ്മുടെ അബ്ദുൾ റഹ്മാൻ ഡോക്ടറെ കാണണമെങ്കിൽ ദിവസങ്ങളോളം ടോക്കൺ എടുത്ത് ഇങ്ങനെ കണ്ണും മിഴിച്ച് കാത്തിരിക്കണം. ഏത് അസുഖം നിങ്ങൾ വിചാരിച്ചോ ആ അസുഖത്തിനെല്ലാം പുള്ളിയുടെ മരുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ തള്ളുന്ന അസുഖം വരെ പുള്ളി ഇത് പുഷ്പം പോലെ എടുത്ത് അടിച്ച് പറത്തി കളയും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, പുള്ളിയുടെ അടുത്ത് ചികിത്സ കഴിഞ്ഞ് ആരെങ്കിലും പുറത്തേക്ക് വരുവാണെന്ന് ഇരിക്കുകയിട്ട് ഒരു അക്ഷരം പോലും മിണ്ടത്തില്ല. നമ്മൾ ചോദിക്കും എങ്ങോട്ട് ചേച്ചി അസുഖം വല്ല മാറിയോ? ഓ പറ ചേച്ചി എങ്ങോട്ട് നല്ല ചികിത്സയായിരുന്നു? ഓ ഒന്നും ഇല്ല കൊള്ളാം എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകും. എന്തായിരിക്കും നമ്മുടെ അബ്ദുൾ റഹ്മാൻ്റെ ആ വലിയ ചികിത്സ? ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. എൻ്റെ അക്ക എനിക്ക് വയ്യക്ക, എനിക്ക് വയറ് എനിക്ക് നിൽക്കുക, എനിക്ക് വയ്യക്ക, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യക്ക, എനിക്ക് കിടക്കാൻ വയ്യക്ക, ഇവിടെ മൊത്തത്തിൽ പുകഞ്ഞ് നീർ നിൽക്കുക, അയ്യോ ഞാൻ ചാവും പോവക്ക, ഇക്ക എന്നെ രക്ഷപ്പെടുത്തുക. നബീസ് ഒരൊറ്റ കരച്ചിലാണ്. കണ്ടു നിൽക്കുന്നവർക്ക് സങ്കടം പോലും സഹിക്കാൻ വയ്യ. നമ്മുടെ സുബൈറാണെങ്കിൽ ആ കാഴ്ച കണ്ട് നിർനിമേഷമായിട്ട് നിൽക്കും. എത്ര ആശുപത്രി കൊണ്ടുപോയി, പെരുമ്പാവൂർ കൊണ്ടുപോയി, കോഴിക്കോട് കൊണ്ടുപോയി, കണ്ണൂർ കൊണ്ടുപോയി, മലപ്പുറത്ത് കൊണ്ടുപോയി, അങ്ങനെ എല്ലാ ആശുപത്രിയിലും കൊണ്ടുപോയിട്ട് ഡോക്ടർമാർ കുറച്ച് വെള്ളം കൊടുക്കും, കുറച്ച് ഗുളികയും കൊടുക്കും. വീട്ടിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ പഴയ അസുഖം തിരിച്ചു വരികയാണ്. കലശലായ വേദനയാണ്. ഇത് കണ്ട് നിൽക്കുന്നവർക്കാണോ ഏറ്റവും വലിയ സങ്കടം. ഒന്നാമത്തെ കാര്യം, ഹണിമൂൺ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഈ നബൂശയ്ക്ക് ഇങ്ങനൊരു വയറുവേദന വന്നിരിക്കുന്നത്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. ആൾക്കാരെല്ലാം തലപൂഞ്ഞ് ആലോചിക്കും, ഇനി എവിടെ കൊണ്ടുപോകാൻ പറ്റും പറ? ഇത്തിരി ആശുപത്രി കൊണ്ടുപോയിട്ട് പോലും ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ലേ? നിസാര വയറുവേദനയാണ്, അത് മാറ്റി നമ്മുടെ ആശുപത്രിക്കൊന്നും പറ്റുന്നില്ല. ഡോക്ടർമാർ പഠിച്ച പണി 18 നോക്കിയിട്ട് നമ്മുടെ നബീസയുടെ ആ കുഞ്ഞു വയറുവേദന മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏതോ വലിയ ഒരു മുസ്ലിയാർ പറഞ്ഞത്, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇനി അങ്ങേരെ വിചാരിക്കണം. അവിടെ ചെന്ന് എത്തിയ പുള്ളിക്കാരി രക്ഷപ്പെടും, ഉറപ്പാത്. ആരാത്? നമ്മുടെ അബ്ദുൾ റഹ്മാൻ വൈദ്യൻ. പുള്ളിക്കാരൻ നമ്മളെ കാണുമ്പോൾ ഇങ്ങനൊരു നോട്ടം നോക്കും. പുള്ളി പിന്നെ കൃത്യമായിട്ട് പറയണം, നിൻ്റെ പ്രശ്നം എനിക്ക് മനസ്സിലായി, നിൻ്റെ ചെറുകുടവും വൻകുടലും ഇങ്ങനെ കൊരുത്ത് കിടക്കും, അതുകൊണ്ടാണ് നിനക്ക് സമയത്ത് ഒന്നും പോവാത്തത്, ഒരു കാര്യം ചെയ്യാനുള്ള മരുന്നുണ്ടെന്നൊക്കെ പറയും. അതാണ് നമ്മുടെ അബ്ദുൾ റഹ്മാൻ വൈദ്യൻ്റെ ഒരു വലിയൊരു ഗുണമെന്ന് പറയുന്നത്. സാധാരണ നമുക്ക് എക്സ്റേ എടുക്കണം, MRI സ്കാൻ എടുക്കണം, മറ്റു സംഭവങ്ങളൊക്കെ എടുക്കണമല്ലോ. ഇതൊന്നും വേണ്ട, മെഷീൻ വേണ്ട, ഒരു കാര്യം വേണ്ട. ഇദ്ദേഹത്തിന് മുമ്പിലോട്ട് നമ്മൾ ആ രോഗിയെ കൊണ്ട് ചെന്ന് പ്രതിഷ്ഠിച്ചാൽ മതി, പുള്ളി കൃത്യമായിട്ട് പറയും. അതാണ് നമ്മുടെ വൈദ്യൻ്റെ ഒരു വലിയ ഗുണമെന്ന് പറയുന്നത്. എന്തായാലും വൈദ്യനെ കിട്ടണമല്ലോ, പുള്ളി തിരക്കാണ്, കണ്ട് കിട്ടിയ ഭാഗ്യം. അങ്ങനെ രണ്ടും കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സുബൈർക്ക, ഞാൻ വീണ്ടും പറയാം, ഹണിമൂൺ പോലും കഴിയാത്ത ആ പെണ്ണിനെ തപ്പിയെടുത്തുകൊണ്ട് നേരെ വൈദ്യൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാം പ്രാർത്ഥിക്കും, ദൈവമേ എൻ്റെ കൊച്ചിനൊന്ന് വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഒരു വലിയ വണ്ടിയൊക്കെ വിളിച്ച് ഒരു ലോഡ് ആൾ നമ്മുടെ മാന്നാർ മത്തായി സ്പീക്കിനകത്ത് വണ്ടിക്കകത്ത് കയറി പോവല്ലോ, ഒരു കാർ നിറച്ച്, അതുപോലെ രോഗിയെ തപ്പിയെടുത്ത് നേരെ നമ്മൾ അബ്ദുൾ റഹ്മാൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ശരിയാണ്, വിചാരിച്ചതുപോലെ നമ്മുടെ ഡോക്ടർ നല്ല തിരക്ക്, ഒരു 100 ചെരുപ്പ് കിടപ്പുണ്ട്. ഈ ചെരുപ്പെല്ലാം കഴിഞ്ഞിട്ട് വേണം തൻ്റെ രോഗിയെ പരിശോധിക്കാൻ വേണ്ടി. അങ്ങനെ നബീസും ഭർത്താവും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. നബീസ് വയറൊക്കെ തപ്പി ഇങ്ങനെ, അയ്യോ എനിക്ക് വയ്യ, നമ്മളെ കുഴപ്പമില്ലടാ, നമ്മൾ എത്തിയല്ലോ മോനെ, ഇനി എന്ത് വിഷയം, നിൻ്റെ വേദനയ്ക്ക് ഇപ്പോൾ പമ്പ അടക്കുമെന്നൊക്കെ പറഞ്ഞ് ഭാര്യ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ സുബൈറൊക്കെ. അങ്ങനെ ഊഴെത്തി നമ്മൾ റഹ്മാൻ ഡോക്ടർ മുമ്പിൽ ഇരിക്കുവാണ്. വല്ലാതെ സന്തോഷമാണ്. പുള്ളിക്കാരൻ കണ്ടപ്പോഴേ പറയും, ഇത് മറ്റേ വിഷയമാണ്, ഇത് ബാധയുടെ അസുഖമാണ്, ഒരുപാട് വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൊന്നാനി ഒരു കേസ് വന്നേ ഉള്ളൂ, തുപ്പി ഞാൻ എടുത്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ധൈര്യം കൊടുക്കുകയാണ്. എന്തായാലും എത്തിച്ചല്ലോ, ഇത് വൈകിയായിരുന്നെങ്കിൽ ഇത് കയറി തലമണ്ട കയറിയാണ്. അമ്മ ഇപ്പോൾ കാലേ കിടക്കുന്നേ ഉള്ളൂ, വൈറലായതേ ഉള്ളൂ. ഇത് ഇങ്ങനെ കയറി തലമണ്ട വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് പോലും പറ്റാത്ത അവസ്ഥയിലാവും. എന്തായാലും നിങ്ങൾ കൃത്യസമയത്ത് എത്തിയേക്കുന്നത്, നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞ് ഒരു ധൈര്യം കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് കുറേ പൂജാവിധികൾ ചെയ്യണം. ഇത് സാധാരണ പൂജ നോക്കത്തില്ല, ഇത് കടുത്ത ബാധയാണ്, എന്തോ കണ്ട് പേടിച്ചേക്കുവാണ്. ആ ശരീരത്തിലുള്ള ആത്മാവ് ഈ ശരീരത്തിൽ കയറിയേക്കുവാന്നൊക്കെ പറഞ്ഞ് കൊച്ചിനൊന്ന് പേടിപ്പിച്ചു. എടുക്കാം, ശരിയാക്കി തരാം. ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ പൂജ ചെയ്യുന്നത് രാത്രിയിൽ, പകൽ പറ്റത്തില്ല കേട്ടോ. രാത്രിയിലാണല്ലോ പ്രേത പിശാചികളൊക്കെ ഇറങ്ങുന്നത്. അങ്ങനെ പ്രത്യേകത ഒരു പൂജയുണ്ട്. അതിലൂടെ നീ ഈ കൊച്ചിൻ്റെ സകല പിശാചികളെ നീ ഇറക്കി വിടാം. പക്ഷേ ഈ പൂജ സമയത്ത് ഒരാൾ പോലും കാണാൻ പാടില്ല. ഭർത്താവിന് പോലും സ്വന്തം ഭാര്യയെ കാണാനുള്ള അനുവാദം ഈ സമയത്തില്ല. അങ്ങനെ എല്ലാ വിധത്തിലും എല്ലാ സാഹചര്യം ഒരുക്കിയാണ് നമ്മുടെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ആ വൈദ്യൻ. രാത്രിയായി നമ്മുടെ നബീസുവിനെ ആ മന്ത്രക്കളത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. ആ മുറിയിലേക്ക് ഇനിയിപ്പോൾ ആർക്കും പ്രവേശനമില്ല. അപ്പുറത്ത് അക്ഷമയോട് കാത്തിരിക്കുകയാണ് ഭർത്താവും മറ്റു ബന്ധുക്കളല്ല. ഇവിടെ ഈ മുറിയിൽ നമ്മുടെ വൈദ്യനും രോഗിയും മാത്രം. എന്തൊക്കെയോ ഓതുന്ന ശബ്ദം, തുപ്പുന്ന ശബ്ദം, കാർക്കിച്ച് എറിയുന്ന ശബ്ദമൊക്കെ അവിടെ കേൾക്കാൻ പറ്റും. പക്ഷേ എന്താണ് അകത്ത് നടക്കുന്നതെന്ന് അറിയാനൊക്കത്തില്ല. കുറച്ച് കഴിഞ്ഞ് ശബ്ദമൊന്നുമില്ല, എന്തൊക്കെയോ അവിടെ സംഭവിച്ചിട്ടുണ്ട്. നേരം പര എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. നമ്മുടെ നബീസുവിന് ബോധം തിരിച്ചു കിട്ടുകയാണ്. അവൾക്ക് എന്തോ ഒരു പന്തികേട് പോലെ, തൻ്റെ ശരീരമൊക്കെ ആകെ നുറുങ്ങി പോലെ, വല്ലാത്തൊരു വേദന, എഴുന്നേക്കാൻ പറ്റുന്നില്ല, അങ്ങ് മറിഞ്ഞു വീഴുന്ന പോലെ. അവൾ ശരീരത്തിലേക്ക് നോക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ കടിച്ച പാടുകളൊക്കെ, ചോര ഇങ്ങനെ കെട്ടിക്കെട്ടി കിടക്കുകയാണ്. എന്തോ ഒരു വല്ലാത്ത സംഭവം. അവൾ കാര്യം മനസ്സിലായി, താൻ പീഡിപ്പിക്കപ്പെട്ടിരിക്കുക, അതും മൃഗീയമായിട്ട്. അത്രത്തോളമുള്ള തെളിവുകളെല്ലാം തൻ്റെ ശരീരത്തിലുണ്ട്. ഒരു രാത്രി മുഴുവൻ ആ നരാധമനായ ആ വൈദ്യൻ എന്ന് പറഞ്ഞ വൃത്തികെട്ടവൻ തൻ്റെ ശരീരത്തിലൂടെ മേഞ്ഞ പാടുകളാണ് എല്ലാം കാണാൻ പറ്റുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തിറങ്ങിയാൽ തൻ്റെ ഭർത്താവ് ഉപേക്ഷിക്കും, ആകപ്പാടെ കോടാലിയാവും. പക്ഷെ പറയാതിരിക്കാൻ പറ്റുമോ? വലിയ വിഷയമായിട്ട് മാറും. എന്തായാലും അവൾ രണ്ടും കൽപ്പിച്ച് സ്നേഹസമ്പന്നനായ തന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ അയാൾ ഉത്തരവാദിയാണല്ലോ, അയാൾ പറയുകയാണ് ഈ നടന്ന കാര്യങ്ങളൊക്കെ.
അവൾ ഭർത്താവിന് പറയുകയാണ്, എന്തോ വൈദ്യം വന്നപ്പോൾ കുടിക്കാൻ ഒരു വെള്ളം തന്നു, ഒരു ചുമന്ന കളറുള്ള വെള്ളം. അതോടുകൂടി എനിക്ക് ഒരു ബോധവുമില്ല. പിന്നെ നേരം വെളുത്തപ്പോഴാണ് ഇതെല്ലാം. ഭർത്താവിനും കണ്ടു ബോധിച്ചു. താൻ പോലും ആ ശരീരത്തിൽ ഇങ്ങനെ പ്രഹരിച്ചിട്ടില്ല. ആ ശരീരത്തെയാണ് ഏതോ ഒരുത്തും കഴിഞ്ഞ രാത്രി ഇങ്ങനെ മാരകമ വിധത്തിൽ ഈ പരുവത്തിലാക്കിയിരിക്കുന്നത്. എന്തോ പറയാൻ, ആരോടൊന്നും പറയരുത്, പുറത്തൊരു നാണക്കേടാന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കൂടി കരഞ്ഞ് വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുക്കുകയാണ്. പോലീസ് ഇവൻ്റെ ഹിസ്റ്ററി മൊത്തം തപ്പിയെടുക്കുകയാണ്. അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഈ വൈദ്യൻ്റെ, ഇവൻ വൈദ്യനുമല്ല, മന്ത്രം അറിയത്തില്ല, തന്ത്രം അറിയത്തില്ല, ഒരു മരുന്ന് പോലും അറിയാത്ത ഒരു വ്യാജ തട്ടിപ്പ് വൈദ്യനാണ് ഈ കക്ഷി. എന്തായാലും വീണ്ടും വീണ്ടും പരിശോധിച്ചപ്പോഴാണ് സമാനമായിട്ടുള്ള ഒരുപാട് കേസുകൾ ഇവൻ നടത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പെൺകുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു, അങ്ങനെ കുറച്ച് കപട മന്ത്രവാദമൊക്കെ നടത്തി പെൺകുട്ടികളെ ഇവൻ ചതുക്കി വീഴ്ത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, പോക്സോ കേസിൽ പോലും ഇവൻ പ്രതിയാണ്. പക്ഷേ പല കേസുകളിലും ഇവൻ രക്ഷപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നല്ല നല്ല വീടുകളിലായിരിക്കും ഇവൻ ഇടിച്ച് കയറുന്നത്. ഇവിടെ ബാധയുണ്ട്, കുട്ടികൾക്ക് അസുഖമുണ്ട്, ഭാര്യയ്ക്ക് മാറാരോഗം ഉണ്ടെന്നൊക്കെ പറയും. പക്ഷേ അവസാനം ഈ പെണ്ണുങ്ങളെ ഇവൻ പീഡിപ്പിക്കുകയും ചെയ്യും. നാണക്കേടും മാനക്കേടും ഭയന്ന് പലരും ഇത് പുറത്ത് പറയത്തില്ല. തൻ്റെ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പെണ്ണുങ്ങളെ കിട്ടണമല്ലോ, അതിന് ഇവൻ കൂട്ടുപിടിച്ചത് ഇത്തരത്തിലുള്ള വ്യാജ വൈദ്യമാണ്. തനിക്ക് അപൂർവ സിദ്ധിയുണ്ട്, മന്ത്രസിദ്ധി കൊണ്ട് ഏത് അസുഖം അടിച്ച് പൊളിച്ച് മാറ്റിക്കളയും എന്നൊക്കെ പറഞ്ഞ് ഓരോ സ്ത്രീകളെ ഇങ്ങനെ വലവീശി പിടിക്കും. പാവ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ പിതാക്കന്മാരൊക്കെ വിചാരിക്കുക എങ്ങനെയെങ്കിലും തൻ്റെ കുട്ടിയുടെ അസുഖം മാറ്റിയാൽ മതി എന്നൊക്കെ വിചാരിച്ച് ഇയാളിലേക്ക് ആ പെൺകുട്ടികളെ ഇറക്കി വിടുകയാണ്. ഇവരത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പല സ്ത്രീകളും ഇത്തരത്തിലുള്ള ഇവൻ്റെ തട്ടിപ്പ് പുറത്തു പറയാൻ നാണക്കേട് കാരണം മിണ്ടിയിട്ടേയില്ല. ഒന്നുകിൽ തൻ്റെ ജീവിതം പോകും, അല്ലെങ്കിൽ നാട്ടുകാരുടെ മുമ്പിൽ താൻ അപഹാസിയാവും എന്നൊക്കെ ഉള്ള പേടി കൊണ്ട് പലരും ഇയാളുടെ രഹസ്യം പുറത്തു വിട്ടിട്ടില്ല. ഇത് ഒരു അബ്ദുൾ റഹ്മാൻ്റെ കാര്യം മാത്രമല്ല, ഇതുപോലെയുള്ള പാവപ്പെട്ട സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് മന്ത്രവാദികളും പൂജാരികളൊക്കെ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് വിലസുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതുപോലെയുള്ളൊരു സംഭവം ഒരു സ്ത്രീ എന്നോട് പറയുകയാണ്. ആ വീട്ടിലെ ഒരു സഹോദരന്, ഒരു സുഹൃത്തിൻ്റെ അസുഖമുണ്ട്. അത് മാറ്റാൻ വേണ്ടി ഒരു പൂജാരി വീട്ടിലേക്ക് വരികയാണ്. പക്ഷേ ആ സഹോദരൻ്റെ അസുഖം മാറ്റാനല്ല പൂജാരിക്ക് താല്പര്യം. പകരം ആ സഹോദരൻ്റെ പെങ്ങളായ ഈ സ്ത്രീയുടെ ശരീരത്തിലും അതുപോലെ അയാളുടെ ഭാര്യയുടെ ശരീരത്തിലുമായിരുന്നു ആ മന്ത്രവാദിക്ക് നോട്ടം. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് ആ വീട്ടിലേക്ക് കയറുന്നു. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ സ്ത്രീയെയും മറ്റു ആ സഹോദരൻ്റെ ഭാര്യയൊക്കെ ഇയാൾ ചൂഷണം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ് ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു. ആ ഒരു കഥയാണ് ഞെട്ടലോടെ ആ സ്ത്രീ പറഞ്ഞത്. ഒന്ന് കേട്ടു നോക്കിയാൽ വളരെ വിഷമത്തോടെ, അല്ലെങ്കിൽ മാനം പോയി ആരോട് പറയാൻ പറ്റുമോ? നാട്ടുകാരഞ്ഞ് എന്ത് വിചാരിക്കും? ഭർത്താവിനോട് പറയാൻ പറ്റുമോ? അങ്ങനെ ആകപ്പാട് വീർപ്പ് മുട്ടി നിൽക്കുന്ന ആ കഥ എന്നോട് പറയുകയാണ്. ഒന്ന് കേട്ടു നോക്കി. സാധാരണ ഇയാൾ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ വീട്ടിൽ വരും അല്ലേ? വീട്ടിൽ വന്നിട്ട് പൂജ ചെയ്യും അല്ലേ? നമ്മളെ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. അതെ, അവര് പൂജ വേണമെന്ന് പറയും, എന്നിട്ട് പൂജക്കാണെന്ന് പറഞ്ഞിട്ടാ വീട്ടിൽ വരുന്നത്. എന്നിട്ട് ഈ നമ്മള് ആരും ഇല്ലാത്തൊരു മുറി കയറ്റും അല്ലേ? ആരും ഇല്ലാത്ത മുറിയിലെന്ന് പറഞ്ഞാല് ചുറ്റും ആൾക്കാരാണ്, റൂമിനകത്ത് ആരും ഉണ്ടാവത്തില്ല. എന്നിട്ട് ഈ മുറി നടക്കുന്നൊന്നും പുറത്തുള്ളവർക്ക് അറിയത്തുമില്ല. ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, കുട്ടിയുടെ നാത്തൂനെ ഇതുപോലെ ചെയ്തിട്ടില്ലേ? പൂജയ്ക്ക് വിധേയമാക്കിയിട്ടില്ലേ? അതിപ്പോ അവര് പറയാത്ത കാരണം നമുക്കത് ഉണ്ടെന്ന് പറയാൻ പറ്റൂല. നാണക്കേട് കാരണം പലതും പുറത്ത് പറയത്തുമില്ല അല്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കുട്ടിയോട് ചെയ്തതുപോലെ അവരോട് നാത്തൂനോട് ചെയ്തെന്ന് വിചാരിക്കുന്നുണ്ടോ? പുറത്ത് പറയാത്തായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഇല്ല, അതില്ല. അയാൾ പീഡിപ്പിച്ചെന്ന് അല്ലേ? എന്താ ഭർത്താവിനോട് പറഞ്ഞപ്പോ എന്തോ പറയുന്നത്? പോട്ടെന്ന് പറയുന്നോ? എന്താ പറയുന്നത്? ഏട്ടന്റെ അടുത്ത് അത്ര കാര്യമായിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഇനി അവരുമായിട്ടുള്ള ഒരു കോണ്ടാക്ട് വേണ്ടെന്നുള്ള രീതിയിലൊന്നും സൂചിപ്പിച്ചിട്ടേ ഉള്ളൂ. ഭർത്താവിനോടൊക്കെ പറഞ്ഞ പിന്നെ വിഷയം മാറും അല്ലേ? ശരിയാണ്, ശരിയല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. ഇത്ര വലിയ ആശുപത്രിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്തിനാ വിളിക്കുന്നത്? പൂജ ചെയ്ത് അസുഖം മാറ്റാന്നൊക്കെ എന്തിനാ വിചാരിക്കുന്നത്? നിങ്ങൾക്ക് അത്രയും വിശ്വാസമാണോ ഇതിനകത്തൊക്കെ? ഏട്ടന് ഇങ്ങനെ കൂടുതലായി കഴിഞ്ഞപ്പം മരുന്ന് കൊണ്ടൊന്നും മാറണില്ല. അപ്പൊ ഒരാൾ ഇങ്ങനെ ചെയ്താൽ മതി, അവര് വന്നാൽ ശരിയാവുമെന്ന് പറഞ്ഞതുകൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾക്കാർ. ഞങ്ങൾക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ല. ഇങ്ങനത്തെ ഒരു കാര്യത്തിലും ഞങ്ങൾ ആരും സപ്പോർട്ടുള്ള ആൾക്കാരല്ല. ഈ ആശുപത്രി പോയിട്ടൊന്നും ഫലിക്കാത്തോണ്ടാണ് ഇയാളെ വിളിച്ച് വീട്ടിൽ പൂജയൊക്കെ നോക്കിയതല്ലേ? ഇപ്പോഴും അത് എനിക്കുണ്ടായിരുന്നു അങ്ങനെ ആരെങ്കിലുമൊക്കെ അത് അറിയണം പറയണം എന്നൊക്കെ. ആ സമയത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. കാരണം എന്താ സംഭവിച്ചതെന്ന് നമുക്കും പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു, എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം എന്നൊക്കെ. ഇപ്പോഴും തന്നെ അതിന് പറ്റിയ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും ഞാന് അത് മുന്നിൽ നിൽക്കും. ഇവനെ കൊടുക്കണമെന്നുള്ള ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട്. നമുക്ക് അറിയില്ല, ഇതുപോലെ ചെറിയ കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളാകെ പെട്ടുപോകുമല്ലോ. പോലീസ് എന്തായാലും കിട്ടിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ അയാളെ കയ്യോടെ പൊക്കുകയും ജയിലിലാക്കുകയും ചെയ്തു.
അതിൻ്റെ കൂടെ തന്നെ ഇയാളുടെ സഹായിയായിട്ട് മാറി ഒരു സ്ത്രീയെയും കൈയോടെ പൊക്കിയിട്ടുണ്ട്. ഈ സ്ത്രീയാണ് ഇയാൾക്ക് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നത്, പറ്റിയ ഇരകളെ കണ്ടെത്തുക, ഇയാളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നത് ഈ സ്ത്രീയാണ്. രണ്ടുപേരെയും തട്ടി അകത്താക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനൊക്കെ എന്ത് ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്? ഒന്നും കിട്ടത്തില്ല. ഈ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഒരാളെ ശിക്ഷിച്ച ചരിത്രം നമ്മൾ കേട്ടിട്ടുമില്ല, അങ്ങനെ ഒരു സംവിധാനം ഇല്ല. നമ്മളപ്പോൾ എന്താ ചെയ്യുന്നത്? ഇത്തരത്തിലുള്ള കപട മുഖമുള്ള ആൾക്കാരെ തിരിച്ചറിയുക, അവന്മാരെ കല്ലെറിഞ്ഞ് ഓടിക്കുക തന്നെ വേണം. ഒന്നുകൂടി നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഏതെങ്കിലും അസുഖം ഈ പൂജ കൊണ്ടോ മന്ത്രവാദം കൊണ്ടോ അല്ലെങ്കിൽ പ്രാർത്ഥന കൊണ്ടോ, ഈ ബന്ധുക്കോസ് സമൂഹത്തിൽ നടക്കുന്ന ഒരു വ്യാപകമായിട്ടുള്ള സംഭവമാണല്ലോ, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യ സമൂഹത്തിൽ രോഗശാന്തി ശുശ്രൂഷ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഇതാ മാറ്റുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വയ്യാതെ വന്നവൻ ഉടനെ തിരിച്ച് ഓടുന്നു എന്നൊക്കെ പറയുന്ന തട്ടിപ്പ് തന്നെയാണ്. നമ്മൾ അതിൻ്റെയൊക്കെ പിറകിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരുപാട് തട്ടിപ്പുകൾ നമ്മൾ കണ്ടെത്താൻ പറ്റും. എല്ലാ മതവിഭാഗത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ, ഒരു മതവിഭാഗത്തിൽ മാത്രമല്ല. പക്ഷേ ഇതൊക്കെ പാവങ്ങളെ മാത്രമാണ് പറ്റിക്കുന്നത്. ഒരു നിവൃത്തിയില്ലാതെ ജീവിക്കാൻ പോലും മാർഗമില്ല കിടക്കുന്ന അവരിലേക്ക് ഈ ഇത്തരത്തിലുള്ള രാക്ഷസന്മാർ കടന്നു ചെല്ലും. നിങ്ങളുടെ വിഷയം ഇതാണ്, നിങ്ങളുടെ വീട്ടിൽ കഷ്ടത മാറാത്ത ഇന്ന കാരണം കൊണ്ടാണ്, രോഗം നിങ്ങളുടെ വീട്ടിൽ വിട്ടു മാറത്തില്ല, പൈസയ്ക്ക് ഇല്ലാത്തൊരു കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങ് പേടിപ്പിക്കും. അതിനൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, പൂജ ചെയ്യുക, 20,000 രൂപയുടെ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സംഭവം പള്ളിക്ക് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളെ അങ്ങ് അലട്ടും. അപ്പോൾ നമ്മൾ അവിടുന്ന് ഇവിടുന്ന് കടമെല്ലാം മേടിച്ച് ആ ദൈവദാസന് കൊടുക്കും. അവൻ അടിച്ച് വീർത്ത് കൊഴുത്ത് നല്ല സുന്ദരക്കുട്ടപ്പനായി മമ്മൂട്ടിയായിട്ടും മാറും. അതാണ് ഈ നാട്ടിൽ സംഭവിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഈ പൂജ കൊണ്ടും ഇത്തരത്തിലുള്ള പ്രാർത്ഥന കൊണ്ടൊക്കെ അസുഖങ്ങൾ മാറുവാണെങ്കിൽ ഈ ആശുപത്രിയുടെ ആവശ്യം എന്താ? ഡോക്ടർമാരുടെ ആവശ്യം എന്താ? ഒന്നുമില്ല. ഈ പൂജാരിക്കോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മന്ത്രവാദത്തിന് കൊണ്ട് 10-25 രൂപ കൊടുത്താൽ അസുഖം മാറുമെങ്കിൽ അതല്ലേ നമുക്ക് ലാഭം? ഇതൊക്കെ ശുദ്ധ തട്ടിപ്പാണ്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ പിറകിൽ പോയി ദൈവത്തെ ഓർത്തുള്ള സമാധാനവും പൈസയും ഒന്നും കളഞ്ഞു കുളിച്ച് സ്വന്തം ജീവിതം ആരും നശിപ്പിക്കില്ലെന്ന് മാത്രം ഉപദേശിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുന്നു. നന്ദി, നമസ്കാരം.